നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി ഡൽഹി എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾ വൈകി ഡൽഹി ലാൻഡ് ചെയ്തു. മോശം കാലാവസ്ഥയെ തുടർന്ന് വഴിതിരിച്ചു വിട്ടതിനെ തുടർന്നായിരുന്നു വൈകി ലാൻഡ് ചെയ്തത്. ഇന്നലെ രാവിലെ 11:35 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട AI-0822 എന്ന വിമാനമായിരുന്നു മണിക്കൂറുകൾ വൈകി ലാൻഡ് ചെയ്തത്. 2:55 ഡൽഹിയിൽ ഇറങ്ങേണ്ടതായിരുന്നു വിമാനം. 2 വട്ടം ഡൽഹിയിൽ ഇറങ്ങാൻ ശ്രമിച്ചു, പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നാലെ വിമാനം അമൃത്സറിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. ഡൽഹിയിലെ കനത്ത മഴ, കാറ്റ്, ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ടാണ് വിമാനം ഇറക്കാൻ കഴിയാത്തതിന് കാരണമായത് എന്നാണ് പൈലറ്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും വൈകിട്ട് 7:30 വിമാനം ഡൽഹിയിൽ ഇറങ്ങി. കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ മുതൽ മോശം കാലാവസ്ഥയായിരുന്നു. 2 തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ആ സമയം ടർബുലൻസ് ഉണ്ടായി. ഡൽഹിയിൽ എത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. താഴെ റൺവേ കാണാവുന്ന തരത്തിൽ ലാൻഡിങ്ങിന് ശ്രമിച്ചു, പക്ഷെ പിന്നീട് പറന്നു പോകുകയായിരുന്നു. പിന്നിൽ നിന്നും കാറ്റ് വീശി, അതുകൊണ്ട് ലാൻഡിംഗ് സുരക്ഷിതമായിരിക്കില്ലെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് ലാൻഡിങ്ങിന് ശ്രമിച്ചില്ല. അഹമ്മദാബാദ് വിമാന അപകടം മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് 2 തവണ ലാൻഡിങ്ങിന് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇതോടെ യാത്രക്കാർ വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായി. വിദേശത്തേക്ക് പോകാൻ കണക്ഷൻ ഫ്ലൈറ്റായി വിമാനത്തിൽ കയറിയവർ അടക്കമുണ്ടായിരുന്നു. കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരുണ്ടായിരുന്നു. നിരവധി യാത്രക്കാരാണ് ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ കടന്നുപോയത്. ഇതോടെ അമൃത്സറിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. അമൃത്സറിൽ എത്തി 2 മണിക്കൂറിന് ശേഷം വീണ്ടും ഡൽഹിയിലേക്ക് പുറപ്പെടുകയായിരുന്നു. എന്തായാലും പ്രതികൂല കാലാവസ്ഥയായിരുന്നു, ലാൻഡിംഗ് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം വിമാനം വളരെ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നത് ഏറെ ആശ്വാസകരം. എന്തായാലും ഈ വിമാനത്തിലുണ്ടായിരുന്ന ചില യാത്രക്കാരൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു അനുഭവമൊക്കെ അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ്. അതും കൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം. വിമാനം സുരക്ഷിതമായി നിലംതൊടും മുൻപുള്ള ആശങ്കാജനകമായ മണിക്കൂറുകൾ, അതിനെപ്പറ്റി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ചിലർ പറയുന്നത് ഇപ്രകാരമാണ്. കൊച്ചിയിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ 11:35 AI-0822 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. അപ്പോഴേ ചെറിയ തോതിൽ ടർബുലൻസ് ഉണ്ടായിരുന്നു. മഴയുള്ളത് കൊണ്ട് അത് സ്വാഭാവികമായിരിക്കുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഡൽഹി വരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 2:55 ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്നത്. ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് നല്ല രീതിയിൽ കുലുക്കമുണ്ടായിരുന്നു. അവിടെ ഇറങ്ങുമ്പോൾ കനത്ത മഴയായിരുന്നു. റൺവേയിൽ തൊട്ടില്ല എന്ന നിലയിലായപ്പോൾ വിമാനം വീണ്ടും പറന്നുയർന്നു. വിമാനത്തിന് നല്ല കുലുക്കമുണ്ടായിരുന്നു എന്നാണ് യാത്രക്കാർ അനുഭവിച്ചത്, അവർ നേരിട്ടത്. എന്തായാലും ആ യാത്രക്കാർക്ക് ആ ഒരു സമയം അത് കുലുക്കമുണ്ടാകുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടൊരു ഭയം ഉണ്ടാകും. പൈലറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിമാനം വീണ്ടും റൺവേയിൽ ഇറക്കാൻ ശ്രമിച്ചു. ആ പ്രാവശ്യവും നിലംതൊടും മുമ്പ് അത് പറന്നുയരുകയായിരുന്നു. പിന്നാലെ 2 വട്ടം ലാൻഡിങ്ങിന് ശ്രമിക്കുകയായിരുന്നു, പക്ഷേ കഴിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് അമൃത്സറിലേക്ക് തിരിച്ചുവിടുകയാണെന്ന് പൈലറ്റ് മുന്നറിയിപ്പ് നൽകിയത്. 3:30 അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ മാത്രമാണ് യാത്രക്കാർക്ക് ആശ്വാസമായത്. തീർച്ചയായിട്ടും ആശങ്കയുടെ മണിക്കൂറുകൾ, അതിനുശേഷം വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം അത് വലുത് തന്നെയാണ്. ഇന്ധനം നിറച്ച് കാലാവസ്ഥ അനുകൂലമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് തിരിച്ച് ഡൽഹിയിലേക്ക് വിമാനം പറന്നത്. രാത്രി 7:30 ഡൽഹിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ആശങ്കയുടെ 8 മണിക്കൂറുകൾക്ക് ശേഷം വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വലിയ ആശ്വാസമായി എന്നും പല യാത്രക്കാരും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു, അപകടങ്ങളൊന്നും ഉണ്ടാകാതെ കരുതിയതിന്. എന്തായാലും നിർണായകമായ അല്ലെങ്കിൽ ആശങ്കാപരമായ മണിക്കൂറുകളിൽ കൂടിയായിരുന്നു യാത്രക്കാർ പോയത്. അതേസമയം ഈ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം ആകാശത്ത് തീഗോളമായ വാർത്ത, അതിൻ്റെ ഒരു ആഘാതമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. അതിനിടയിൽ അപകടത്തിന് ശേഷം ആദ്യത്തെ സർവീസ് കഴിഞ്ഞ ദിവസം നടത്താനിരുന്നു എയർ ഇന്ത്യ. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള ആദ്യത്തെ സർവീസ്, ഈ അപകടത്തിന് ശേഷമുള്ള ആദ്യത്തെ സർവീസ്. പക്ഷേ ആ സർവീസ് എയർ ഇന്ത്യ റദ്ദാക്കി. വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ, മുൻകരുതൽ പരിശോധനകൾ എന്നീ കാരണങ്ങളാലാണ് വിമാനങ്ങളിൽ ലഭ്യത കുറവുണ്ടായി. ഇത് കാരണമാണ് എയർ ഇന്ത്യയുടെ AI-159 എന്ന വിമാനം റദ്ദാക്കാൻ കാരണമായത്. വിമാനത്തിന് സാങ്കേതിക തകരാറ് നേരിട്ടിട്ടില്ലെന്ന് ഔദ്യോഗികമായി എയർ ഇന്ത്യ വിശദീകരിച്ചിരുന്നു. അഹമ്മദാബാദിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ വിമാന അപകടത്തിന് ശേഷം ആദ്യമായി നടത്തുന്ന സർവീസ് ആയിരുന്നു ഇത്. അഹമ്മദാബാദിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്കുള്ള AI-159 എന്ന വിമാനം റദ്ദാക്കാൻ കാരണമായത് വിമാനത്തിന്റെ ലഭ്യതക്കുറവും വ്യോമാതിർത്തി നിയന്ത്രണങ്ങളും അധിക മുൻകരുതൽ പരിശോധനകളും കാരണമാണ്. വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ നേരിട്ടിട്ടില്ല എന്നാണ് എയർ ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചത്.
അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിന് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും യാത്ര തുടരുന്നതിനായി മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാർക്കായി ഹോട്ടൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, യാത്രക്കാർ തിരഞ്ഞെടുക്കുന്നത് പ്രകാരം മുഴുവൻ തുക റീഫണ്ടായോ അല്ലെങ്കിൽ യാത്ര സൗജന്യമായി പുനഃക്രമീകരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുവെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. മറ്റ് 2 വിമാനങ്ങളും റദ്ദാക്കി. ഉച്ചയ്ക്ക് 1:15 പുറപ്പെടേണ്ട ഡൽഹി പാരീസ് വിമാനമാണ് റദ്ദാക്കിയത്. ബോയിങ് നിർമ്മിത ഡ്രീം ലൈനർ ആണിത്. രാത്രി 8 മണിയോടെ പുറപ്പെട്ടിരുന്ന ലണ്ടൻ അമൃത്സർ വിമാനവും റദ്ദാക്കിയിരുന്നു. അതേസമയം ഈ ലണ്ടൻ അഹമ്മദാബാദ് വിമാനം കത്തിപ്പടരുന്നത് വീഡിയോ നമ്മൾ കണ്ടതാണ്. ഇത് പകർത്തിയ 17കാരൻ ആര്യൻ അൻസാരിയുടെ ഒരു പ്രതികരണമുണ്ട്, അതും കൂടി നോക്കാം. വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നതിൻ്റെ വീഡിയോ കൂട്ടുകാരെ കാണിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് താൻ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്നാണ് 17കാരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ 7878 വിമാനത്തിന് എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് എല്ലാവരും അന്വേഷിച്ചപ്പോൾ ഏറെ സഹായകരമായത് ആര്യൻ പകർത്തിയ ആ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ വൈറലായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. വീഡിയോ വൈറലായതിനൊപ്പം പോലീസിനോടും അന്വേഷകരോടും മാധ്യമങ്ങളോടും എല്ലാ കാര്യങ്ങളും ആര്യൻ പറഞ്ഞു, വിശദീകരിച്ചു. താൻ എങ്ങനെ അത് പകർത്തി, എന്തിനു പകർത്തി എന്നതടക്കമുള്ള ഒരു വിശദീകരണം ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്തായിരുന്നു പിതാവ് വാടകയ്ക്ക് താമസിക്കുന്നത്. പിതാവിനെ കാണാനായി ജൂൺ 12-ന് ആര്യൻ അഹമ്മദാബാദിൽ എത്തി. ഉച്ചയ്ക്ക് 12:30യോടെ പിതാവ് താമസിക്കുന്ന സ്ഥലത്ത് ആര്യൻ എത്തുകയായിരുന്നു. അവിടെ നിന്നാൽ വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നത് കാണാൻ സാധിക്കും. ഇതോടെ നാട്ടിലെത്തി കൂട്ടുകാരെ കാണിക്കാനായി ടെറസിൽ കയറി വിമാനത്തിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു. അതാകട്ടെ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെതാണ്. താൻ അറിഞ്ഞിരുന്നില്ല താൻ എടുക്കുന്നത് അല്ലെങ്കിൽ താൻ പകർത്താൻ പോകുന്നത് ഒരു വലിയ ദുരന്തമാണ്, അല്ലെങ്കിൽ ദുരന്തത്തിൽ കലാശിക്കുന്ന യാത്രയാണ് താൻ പകർത്താൻ പോകുന്നതെന്ന് ആ 17കാരൻ അറിഞ്ഞിരുന്നില്ല. വളരെ താഴ്ന്ന് അടുത്താണ് വിമാനം പറഞ്ഞത്. അതുകൊണ്ട് കൂട്ടുകാരെ കാണിക്കാനായി വീഡിയോ എടുക്കാമെന്ന് കരുതി. പെട്ടെന്ന് വിമാനം താഴേക്ക് പോയി. വിമാനത്താവളം അടുത്തായതുകൊണ്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് താൻ കരുതിയത്. പൊടുന്നനെയാണ് തീ ഉയർന്നത് കണ്ടത്. താൻ വളരെയധികം ഭയന്നു. ഉടനെ തന്നെ സഹോദരിയെ വീഡിയോ കാണിച്ചു. പിതാവിനോടും താൻ ഈ കാര്യം പറഞ്ഞു. ഇതുപോലൊന്ന് ജീവിതത്തിൽ ആദ്യമായാണ് താൻ കാണുന്നത്. അന്ന് രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വാർത്ത കണ്ടപ്പോഴാണ് വിമാനത്തിൻ്റെ അവസാന നിമിഷങ്ങൾ പകർത്തിയത് ഞാനാണെന്ന് വ്യക്തമായത്. അതെന്നെ വലിയ രീതിയിൽ ബാധിച്ചു. തനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു വിമാനത്തിലും ഇനി കയറില്ല എന്നാണ് ആര്യൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു 17കാരനുണ്ടാവുന്ന ആശങ്ക, അപകടം നേരിൽ കണ്ടതിൻ്റെ ആ ഒരു ഞെട്ടൽ അത് ആര്യനെ വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ്. ആദ്യമായിട്ടാണ് ആര്യൻ അഹമ്മദാബാദ് നഗരത്തിൽ എത്തുന്നതെന്നും 1 മണിക്കൂറിനുള്ളിൽ ഇതുപോലൊരു ദാരുണ സംഭവത്തിന് ദിക്സാക്ഷിയാകേണ്ടി വന്നെന്നും വാടക വീടിൻ്റെ ഉടമയുടെ പ്രതികരണവും നിർണായകമായിരുന്നു. എന്തായാലും ആ നിർണായകമായ ദൃശ്യങ്ങൾ പകർത്തിയ ആര്യൻ ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. നേരിൽ കാണുകയാണ് അപകടം. എന്തായാലും ഈ ഒരു പ്രതികരണവും നിർണായകമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.